തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെല്ലാം ചുക്കാൻ പിഴച്ചത് നിലമ്പൂരിൽ DCC പ്രസിഡന്റ് കൂടിയായ VS ജോയി ആയിരുന്നു. ആ VS ജോയിയുടെ ബൂത്തിലാണ് സ്വരാജ് ലീഡെടുത്തത് എന്ന വാർത്തയാണ് കാണാം റിപ്പോർട്ട്. പ്രസിഡന്റ് VS ജോയിയുടെ ബൂത്തിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ലീഡ് ചെയ്തത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. പോത്തുകൽ പഞ്ചായത്തിലെ 126 നമ്പർ ബൂത്തിലാണ് LDFന് ലീഡ് ലഭിച്ചത്. 275 വോട്ടുകൾ സ്വരാജിന് ലഭിച്ചപ്പോൾ 210 വോട്ടുകൾ മാത്രമാണ് ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചത്. 65 വോട്ടുകളുടെ ലീഡ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDFന് നല്ല ലീഡ് നൽകിയിരുന്ന ബൂത്താണിത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 141 വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനായിരുന്നു ലീഡ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച DCC പ്രസിഡന്റിന്റെ ബൂത്തിൽ പിറകിൽ പോയത് വിജയത്തിനിടയിലും കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നേരത്തെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ ഘട്ടത്തിൽ ജോയിയുടെ അനുയായികൾക്ക് വലിയ പ്രതിഷേധമുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിനെ അനുകൂലിക്കുന്നവരും ഷൗക്കത്തിനെതിരായ നിലപാട് സ്വീകരിച്ചിരുന്നു. 2021 UDF സ്ഥാനാർത്ഥിയായിരുന്ന പ്രകാശിന്റെ വീട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് പോകാത്തതും മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരുന്നു. ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തിയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ വോട്ട് മാറ്റിച്ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. DCC പ്രസിഡന്റ് ജോയിയുടെ ബൂത്തിൽ UDF സ്ഥാനാർത്ഥി പിറകിൽ പോയത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയ വിവാദങ്ങൾക്കിടയാക്കാനാണ് സാധ്യത. നിലമ്പൂരിൽ നിന്നും PV കുട്ടൻ.